കൂട്ടുകാരെ ഇപ്പോൾ ഒരു ഡേ മൈ ലൈഫാണ്. ചേട്ടൻ പോകുന്നതിന് മുമ്പുള്ള ഡേ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഗെയിംപീസ് കറിയായിരുന്നു. അതിനുശേഷം നമ്മൾ കടയിൽ പോകാനൊക്കെ വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഒന്ന് കടയിൽ പർച്ചേസിനൊക്കെ പോകാമെന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, കുറച്ച് അത്യാവശ്യം വീട്ടിൽ തീർന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി ഇറങ്ങുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അപ്പോൾ ചൂട് സമയമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ചൂട് കാലത്ത് പുറത്ത് പോകുന്നത്. എനിക്കാണെങ്കിൽ ദേഹം മൊത്തവും പൊക്കലും ഒക്കെയാണ്. വെളിയിലോട്ട് ഇറങ്ങപ്പോഴും ഇറങ്ങാതിരുന്നാലും വെക്കേര പൊക്കൽ, ദേഹം ചൊറിച്ചിൽ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന രീതിക്ക് അങ്ങനെ ഒരുങ്ങാനായിട്ട് അപ്പം ചേട്ടൻ നമുക്കൊരു ഫൗണ്ടേഷൻ്റെ ഒരു ക്രീം വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പം ഞാൻ ഫൗണ്ടേഷൻ്റെ ക്രീം എൻ്റെ അടുത്ത് പറയും നീ അത് ഒരുപാട് വാരി ഇടലേന്ന്, എങ്കിലും ഞാൻ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം ഇത്രയൊന്ന് ഭംഗിയാവട്ടെ എന്ന് കരുതി ഇടാറുണ്ട്. അപ്പം ഞാൻ ക്രീമൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ദേഹം ഇങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. എപ്പോഴും ഡ്രസ്സ് നമ്മൾ ഏതിട്ടാലും അപ്പോൾ കോട്ടൺ വാങ്ങിച്ച് ഇടാനായിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ കോട്ടൺ വസ്ത്രമാണ് ഞാൻ വാങ്ങിച്ചിടുന്നത്. മാലയൊന്നും കഴുത്തിലൊന്നും ഇടാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് അങ്ങനെ കൊച്ചു കൊച്ചു കുരു കണക്കുള്ള പൊക്കലാണ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക്, അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചുണ്ടിൽ നമ്മൾ മറ്റേ ലിപ്സ്റ്റിക്ക് കണക്കല്ല, ഇത് ലിക്വിഡ് കണക്കുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മൾ ഇടുമ്പോൾ നമുക്ക് അങ്ങും ഇങ്ങും ഇല്ല പറ്റിയിരിക്കും കണക്ക് എനിക്ക് തോന്നും. പക്ഷെ ഇത് 24 മണിക്കൂർ കിടക്കുമെന്നുള്ളൊരു ഒരുപാട് നേരം കിടക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ബട്ട് എനിക്ക് എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ലടേ. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഒരുമാതിരി ഒട്ടിപ്പിടിച്ച് നമ്മളെ ചുണ്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കണക്ക് തോന്നും. പിന്നെ ഞാൻ ഈ ഒരുപാട് ഇട്ടുകൊണ്ട് ഇറങ്ങി ഞാൻ വഴക്കുറയുന്നൊരു കുറേയൊക്കെ ഞാൻ മാച്ച് കുറേ നേരമായെന്നൊക്കെ പറയണം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് പൗഡർ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പം ഞാൻ ഈ പൗഡറൊക്കെ ഇട്ടുകൊണ്ടാണ് വെളിയിറങ്ങും. കാരണം ചൂടുകാലത്ത് വെളിയിറങ്ങിയ ഭയങ്കര ബുദ്ധിമുട്ടാണടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൗഡറൊക്കെ ഇട്ടപ്പോൾ ചേട്ടനും കൂടെ പറഞ്ഞ് ഈ മുതുകത്തൊക്കെ ഇട്ടാൽ എങ്ങനെയെന്നൊക്കെ ചോദിച്ചില്ലേ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വാരിയൊക്കെ ഇട്ട്, ഇനിയിപ്പോൾ വാരി ഇടാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പൗഡറൊക്കെ വാരിയിട്ട് നമ്മൾ രണ്ടുപേരും ഇപ്പം മുഖം മൊത്തവും ഇതായിട്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പൗഡർ നോക്കി നേരെ പൗഡറെല്ലാം പറ്റിയിരിക്കുന്നു. അപ്പോൾ നേരെയൊക്കെ ആക്കി പോകാനായിട്ടുള്ള റെഡി ആവാനായിട്ട് നോക്കുകയാണ്. അപ്പം ഞാൻ ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ പോയിട്ടുള്ള അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. വന്നിട്ട് ബിരിയാണിയും പപ്പടമൊക്കെ ആയിരുന്നു വെച്ചത്, പിന്നെ സലാഡും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം സിജുവണ്ണ ഒന്ന് ഫേസിൽ ചെയ്ത് കൊടുത്തു. ഞാൻ തന്നെയാണ് ഫേസിൽ ചെയ്തത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. ഞാൻ പിന്നെ കാണാതെ ഫോട്ടോയൊക്കെ എടുത്ത് ഇട്ടേണ് ഡേ മൈ ലൈഫിൽ ഇടാമെന്ന് കരുതി. പിന്നെ വൈകുന്നേരം നമ്മൾ ബന്നിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു. ബർഗർ കണക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അത് മുട്ടയും പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളി ഇങ്ങനെ സോസൊക്കെ വെച്ച് നമ്മൾ കഴിച്ചായിരുന്നു. പിന്നെ കട്ടൻ ചായയും ഉണ്ടായിരുന്നു. അപ്പോൾ ബന്ന് നമ്മൾ ലുലുമാളിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നേണ്. അപ്പം ചേട്ടനാണ് അതൊക്കെ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ കട്ടൻ ചായയും നല്ല ബന്നൊക്കെ കൂട്ടിയായിരുന്നു വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ. അത് കഴിഞ്ഞ് ഈ കറമ്പിക്കുട്ടി സിജുവണ്ണം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഇത് നമുക്ക് എല്ലാവരെയും കയ്യിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു, നമുക്കിത് വേണമെന്ന് ഉള്ളൊരിതായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ പിന്നെ ഈ പിള്ളേരെടുത്തിട്ടിട്ട് അലപ്പ് നമ്മൾ പറയുന്ന കാര്യം റിപ്പീറ്റ് തിരിച്ച് പറയും. അവരൊക്കെ അത് കളിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം അതൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് കയറുന്നു. വൈകുന്നേരം നമുക്ക് ഈ കൊച്ചുങ്ങളെ കളിയും ചിരിയൊക്കെ കാണുമ്പോഴേക്കൊക്കെ തന്നെ സമയമൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.